ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വ ആലി കുല്ലിം വസ്വഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. 15ാമത് എഡിഷൻ ഖത്തർ നാഷണൽ സാഹിത്യോത്സവിലെ ഈ വേദിയിൽ നിങ്ങളോട് സംവദിക്കാൻ ലഭിച്ച വിഷയം SIR അവകാശം അംഗത്വം നിർവചിക്കുമ്പോൾ എന്ന ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കാലിക പ്രസക്തവും പൗരത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന സുപ്രധാനമെന്ന് പറയാൻ പറ്റുന്ന ഒരു വിഷയമാണ്. 2025-26 വർഷത്തിൽ ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച SIR എന്ന പരിഷ്കരണം മുമ്പും നമ്മൾ SIR എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് പുതിയ കാലത്ത് SIR വലിയൊരു ചോദ്യചിഹ്നമായി മാറുന്നത്? പൗരനാണെന്ന നിലക്ക് അവകാശങ്ങൾ ചോദിച്ചിരുന്ന മുൻകാലഘട്ടങ്ങളിൽ നിന്നും പൗരത്വം തെളിയിക്കാൻ വേണ്ടി രേഖകൾ സമർപ്പിക്കേണ്ട വളരെയധികം ശോചനീയമായ അവസ്ഥയിലേക്ക് നമ്മുടെ ഭരണഘടന, നമ്മുടെ സാഹചര്യം, ജീവിത സാഹചര്യം മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആദിവാസികളും ദളിതരും തീരദേശവാസികളും പ്രവാസികളും ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു ചോദ്യചിഹ്നമായി മാത്രം അവശേഷിക്കുന്നു എന്നത് SIR മുന്നോട്ട് വെച്ച ആശങ്കകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ മലയാളി എന്ന് പറയുന്നത്, മലബാരി എന്ന് പറയുന്നത് ലോകത്ത് ഇന്ത്യ സമ്മാനിച്ച ഒരു ബ്രാൻഡായി നമുക്ക് ഉദാഹരിക്കാൻ കഴിയും. ആ ഒരു ബ്രാൻഡിങ്ങിലുപരി ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക്, ഒരു പ്രവാസി എന്ന നിലക്ക് നമ്മൾ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കേണ്ട ഒരു ആവശ്യവും നമ്മുടെ മുന്നിലില്ല. എന്നാൽ കടൽ കടന്നുപോയ തീരദേശവാസികൾ, മണലാരണ്യത്തിൽ വിയർപ്പൊഴുക്കുന്ന പ്രവാസികൾ, ഇവർക്കെല്ലാവർക്കും നമ്മൾ ഇന്ത്യനാണ്, നമ്മൾ ഇന്ത്യൻ ആയിരുന്നു എന്ന് തെളിയിക്കേണ്ട ശോചനീയ അവസ്ഥയിലേക്ക് നമ്മുടെ സാഹചര്യം മാറുന്നു എന്നത് വളരെ വലിയ ആശങ്കയാണ്. നമ്മൾ സാഹിത്യത്തിലേക്ക് നോക്കൂ. നമ്മൾ വായിച്ചിരുന്ന ആനവാരിയും പൊൻകുരിശും ബഷീറിന്റെ സാഹിത്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആനവാരിയും പൊൻകുരിശും ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അയാൾ ഇന്ത്യയിലെ ഡിജിറ്റൽ അംഗത്വത്തിൽ നിന്ന് ഡിജിറ്റൽ പൗരത്വം ആയി മാറിയ ഇന്ത്യൻ സാഹചര്യത്തിൽ എങ്ങനെയാണ് പൗരത്വം തെളിയിക്കുക? നമ്മൾ OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചിട്ടുണ്ട്. ഖസാക്കിന്റെ ഇതിഹാസത്തിലെ രവി അവന്റെ അംഗത്വം തെളിയിക്കാൻ വേണ്ടി, അവന്റെ പൗരത്വം തെളിയിക്കാൻ വേണ്ടി ഏത് രേഖയായിരിക്കും ഹാജരാക്കേണ്ടി വരിക? അങ്ങനെ നമ്മൾ സാഹിത്യത്തിന്റെ പൈതൃകത്തിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശോചനീയ അവസ്ഥയിലേക്ക് നമ്മൾ കൂപ്പുകുത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 20ാം നൂറ്റാണ്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ പൊളിറ്റിക്കൽ തിയറിസ്റ്റായ ഹന്ന ബരന്റ് നിരീക്ഷിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. സിറ്റിസൺഷിപ്പിനെ കുറിച്ച്, പൗരത്വത്തെക്കുറിച്ച് അവർ പറയുന്നത് റൈറ്റ് ടു ഹാവ് റൈറ്റ്സ് എന്നാണ്. മറ്റെല്ലാ അവകാശങ്ങളും ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാഥമികമായ അവകാശമാണ് സിറ്റിസൺഷിപ്പ്. നമുക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കാനാവും, നമുക്ക് മറ്റവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാനാവും. പക്ഷെ പൗരത്വം എന്ന മൗലികമായ പ്രാഥമികമായ അവകാശം നിലവിലില്ലാത്ത കാലത്തോളം മറ്റ് അവകാശങ്ങളെല്ലാം വെറും കടലാസ് കഷ്ണങ്ങളുമായി മാത്രമായി അവശേഷിക്കുന്ന തികച്ചും ശോചനീയമായ ഒരു സാഹചര്യത്തിൽ നിന്നാണ് SIR എന്ന പുതിയ രീതിയോട് നമുക്ക് ചോദ്യങ്ങൾ ഉയർത്തേണ്ടി വരുന്നത്. അവകാശം അംഗത്വം നിർവചിക്കുമ്പോൾ എന്നാണ് നമ്മുടെ വിഷയം. അവകാശമല്ല അംഗത്വം നിർവചിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവകാശങ്ങളുടെ പേരിൽ അംഗത്വം നിർവചിക്കുകയാണെങ്കിൽ ഏകദേശം ഇന്ത്യക്കാരും ഇന്ത്യയിൽ നിന്ന് പുറത്താവേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ മാറുക. എഡ്വാർഡ് സയ്യിദിന്റെ അദറിങ് എന്ന കൺസെപ്റ്റിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അപരവൽക്കരണമാണത്. അപരവൽക്കരണം എന്ന് പറയുന്നത്, അദറിങ് എന്ന കൺസെപ്റ്റ്, അത് ഭൂരിപക്ഷാധിഷ്ഠിത രാഷ്ട്രങ്ങൾ, ഭൂരിപക്ഷം അധികാരം കയ്യേറുന്ന എല്ലാ രാജ്യങ്ങളിലും അത് വിവേചനത്തിനു വേണ്ടിയും അധികാരം കൈയാളുന്നതിന് വേണ്ടിയും അധികാര നിലനിൽപ്പിന് വേണ്ടിയും ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനവും ഏറ്റവും നികൃഷ്ടവുമായ ഒരു ടൂളാണ് അദറിങ് എന്ന് പറയുന്നത്. ഈ അദറിങ്ങിനെ മുൻനിർത്തി, അപരവൽക്കരണത്തെ മുൻനിർത്തി സിറ്റിസൺഷിപ്പിനെ പോലും നിർവചിക്കുന്ന ആധുനിക സാഹചര്യത്തിൽ SIR എന്നത് വളരെയധികം
ആശങ്ക ഉയർത്തുന്നതും അതുപോലെ ഏറ്റവും അധികം നമ്മൾ ചോദ്യം ചെയ്യേണ്ട ഒരു നിയമ പരിഷ്കരണമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതോടുകൂടി ഈ മത്സരം ഇവിടെ അവസാനിച്ചു.